Good morning students. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറയാനുള്ളത് ഒരു കണക്ക് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പകുതി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പകുതിയാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളൂ. ഏതായിരുന്നു കണക്കുണ്ടായിരുന്നത്? ബാലൻസ് ഷീറ്റ് ഓഫ് സിന്ധ്യ ആൻഡ് ബിന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണക്ക് നമ്മൾ പകുതി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരെയാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അതെല്ലാവരും മറന്നു പോയിട്ടുണ്ടാവും. ആദ്യം നമുക്ക് ഒന്നുകൂടി പറയാം എന്തൊക്കെയാണ് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ആ കണക്ക് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് ബാലൻസ് ഷീറ്റ് ഓഫ് മെസ്സേഴ്സ് സിന്ധ്യ ആൻഡ് ബിന്ധ്യ അല്ലേ. 15ലെയും 16ലെയും 15, 12, 16 ആണ്. 1/1/2016 എന്ന് പറഞ്ഞാൽ 31/12/2015 തന്നെ. പിന്നെ 31/12/2016 ആണ് തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൽ നമുക്ക് കുറേ അസറ്റ്സും ലാബിലിറ്റീസും തന്നിട്ടുണ്ട്. അസറ്റുകൾ ലാബിലിറ്റീസ് തന്നു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട്. പിന്നെ നമ്മളിനി ഡ്യൂറിങ് ദ ഇയർ ശ്രദ്ധിക്കുക കേട്ടോ. അവിടുന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുകൂടിയും പറയാം. നിങ്ങൾ മറന്നിട്ടുണ്ടോ വെച്ചിട്ടാണ് ഒന്നുകൂടി അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറയാം. ഡ്യൂറിങ് ദ ഇയർ മെഷീൻ കോസ്റ്റിംഗ് ₹10,000, അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ₹3,000 വാസ് സോൾഡ് ഫോർ ₹5,000. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എഗെയിൻസ്റ്റ് മെഷീനറി 31/1/2016 വാസ് 25,000 ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ക്ലോസിംഗിൽ 30,000 നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എമൗണ്ടഡ് ടു ₹45,000. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 45,000 ആണ് പറയാനുള്ളത്. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ മെഷീനറിയാണ് പറഞ്ഞിരിക്കുന്നത് അസറ്റ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനറി അക്കൗണ്ടും വരയ്ക്കണം, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും വരയ്ക്കണം. ആ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതി, എന്നിട്ട് ഡിഫറൻസ് നമ്മൾ ഏതിലോട്ട് മാറ്റി? അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളത് ഞാൻ ചെയ്തു തന്നിട്ടുണ്ടായി. നെക്സ്റ്റ് നമുക്ക് വരയ്ക്കാനുള്ളത് മെഷീനറി അക്കൗണ്ടാണ് അടുത്ത് ചെയ്യാനുള്ളത്. അടുത്ത് ചെയ്യാനുള്ളത് മെഷീനറി അക്കൗണ്ട് ആണ്. നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളതാണ് മെഷീനറി അക്കൗണ്ട് ആണ് വരയ്ക്കാനുള്ളത്. ശ്രദ്ധിക്കുക, മെഷീനറി അക്കൗണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, സിമ്പിളാണ്, ബുദ്ധിമുട്ടില്ല. മെഷീനറി അക്കൗണ്ട് വരച്ചിട്ട് അതിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതണം കേട്ടോ. ആദ്യം മെഷീനറി അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 75,000, പിന്നെ എത്രയാണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്? അല്ല, ഒരു മിനിറ്റ്, കണക്ക് മാറി തോന്നുന്നു കേട്ടോ. മെഷീനറി അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 80,000, മറ്റേത് 55,000 ആണ് കേട്ടോ. ഓപ്പണിംഗ് ബാലൻസ് 80,000. ശ്രദ്ധിക്കുക, ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ ബൈ ബാലൻസ് ക്യാരി ഡൗൺ അല്ലേ. ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? ഓപ്പണിംഗ് ബാലൻസ്, പിന്നെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എഴുതുന്നു അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കുന്നത് നോക്കുക. നമുക്കറിയായിരുന്നു 80,000ഉം 55,000ഉം ആണ് നമുക്കറിയായിരുന്നു. 80 ഉള്ളിൽ എഴുതട്ടെ, ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് പറയാനുണ്ട്, അത് കാരണമാണ് ഉള്ളിൽ എഴുതുന്നത്. 80,000 പിന്നെ 55,000. ശ്രദ്ധിക്കുക, സാധാരണ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി എന്നൊക്കെ പറയുന്നത് നമുക്ക് കണക്കിൽ ലാബിലിറ്റി സൈഡിലാണ് തരാറ്. സാധാരണ നമ്മൾ കണക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറയുന്നത് എവിടെയാണ് തരാറാം? ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് തരാറാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രാവശ്യം അതിൻ്റെ അക്കൗണ്ട് വരച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മുതൽ പഠിച്ചതാണ് അക്കൗണ്ടൻസി. ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം മുതലേ നമ്മൾ +1 മുതൽ പഠിച്ചതാണ്. എന്താ നമ്മൾ പഠിച്ചത്? അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ അത് 2 പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെയല്ല, കണക്കിൽ ലാബിലിറ്റി സൈഡിലല്ല തന്നിരിക്കുന്നത്. എന്തായിട്ടാണ് തന്നിരിക്കുന്നത്? അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്.
അപ്പോൾ നോക്കൂ എത്രയാണ് നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 25,000 ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 40,000 എന്നുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ഓപ്പണിംഗ് എമൗണ്ടായ 25,000 ആഡ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസിൻ്റെ കൂടെ ക്ലോസിംഗ് എമൗണ്ടായ 40,000 ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്തതെന്ന്. ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി എന്ന് പറയുന്ന സംഖ്യ അഡ്ജസ്റ്റ്മെൻ്റ് ആയി തന്ന കാരണമാണ് നമ്മളിവിടെ ആഡ് ചെയ്തത് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാറില്ല. അപ്പോൾ എത്രയാണ് വരിക? അത് ആഡ് ചെയ്യുമ്പോൾ പറഞ്ഞോളൂ എത്രയാണ് വരിക? 1,05,000 95,000 വരിക. $1,05,000 പിന്നെ 95,000. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 1,05,000, ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 95,000 വന്നു. അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ നമ്മൾ ഒരു അസറ്റ് വാങ്ങുക വിൽക്കുക എന്തൊക്കെയോ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് നോക്കൂ ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ വീണ്ടും വായിക്കട്ടെ. ഡ്യൂറിങ് ദ ഇയർ മെഷീൻ കോസ്റ്റിംഗ് 10,000, accumulated depreciation 3,000 was sold for ₹5,000. മനസ്സിലാവുന്നുണ്ട്? ഡിപ്രീസിയേഷൻ 3,000 വിറ്റപ്പോൾ 5,000. അപ്പോൾ ആദ്യം നമുക്ക് ബൈ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 3,000. അസറ്റ് വിറ്റ കാശ് കിട്ടിയില്ലേ? അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ? ക്യാഷ് 5,000. ഇനി ഒരു അസറ്റ് ഒരു സാധനം വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വെച്ചെങ്കിൽ വർക്കിംഗ് നോട്ട് കേട്ടോ, വർക്കിംഗ് നോട്ടിലാണ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ട്, നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ ചെയ്യുക. 10,000 ആയിരുന്നു അസറ്റിൻ്റെ വാല്യൂ. എങ്ങനെയാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചെങ്കിൽ വാങ്ങിച്ചത് മുതൽ വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷനും വിറ്റ് കിട്ടിയ കാശും കുറയ്ക്കുക. അതൊക്കെ നമ്മൾ +1 പഠിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 3,000 ആണ് ഇവിടെ ഡിപ്രീസിയേഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ 3,000 നമ്മൾ കുറച്ചു. 10,000 നിന്ന് 3,000 പോയാൽ ബാക്കി എത്ര വന്നു? 7,000 വന്നു. 7,000-ൽ നിന്ന് നമുക്ക് വിറ്റിട്ട് എത്ര രൂപ കിട്ടി? 5,000 കിട്ടിയുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ, ഈ 7,000-നേക്കാൾ കൂടുതൽ കാശ് 9,000 കിട്ടിച്ചെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആവും. പക്ഷെ ഇവിടെ നമുക്ക് 5,000 കിട്ടിയുള്ളൂ. അപ്പോൾ അത് കാരണം ലോസ് ആണ് വന്നത്. അസറ്റിൻ്റെ മുകളിൽ നമുക്ക് 7,000 രൂപ ചിലവുണ്ട്, പക്ഷെ നമുക്ക് 5,000 രൂപയെ കിട്ടിയുള്ളൂ. അപ്പോൾ ലോസാണ് വന്നത്. ലോസ് എന്ന് പറയുന്നത് 2,000 രൂപ ലോസ്. ലോസ് ഓൺ സെയിൽ 2,000. ക്ലിയർ ആയോ? 10,000 ആയിരുന്നു അസറ്റിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത്. ആ 10,000 രൂപ അസറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് നമ്മൾ എത്ര രൂപ കുറച്ചു? 3,000 എന്ന് പറയുന്ന ഡിപ്രീസിയേഷൻ കുറച്ചു. അത് കഴിഞ്ഞ് വിറ്റ് കിട്ടിയ ക്യാഷായ 5,000 കുറച്ച് ബാക്കി നമുക്ക് കിട്ടിയത് എത്രയാണ്? ലോസ് ഓൺ സെയിൽ എന്ന് പറയുന്നത് 2,000. അപ്പോൾ നമ്മൾ അതും അക്കൗണ്ടിൽ എഴുതണം. ബൈ ലോസ് ഓൺ സെയിൽ ഇനി ബാലൻസ് രണ്ട് സൈഡും ഈക്വൽ ആയാൽ ഒന്നും വരില്ല. അതല്ല ഡിഫറൻസ് വരികയാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വന്നാൽ പർച്ചേസ്, ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ സെയിൽസ്. കൂട്ടി നോക്കുക കേട്ടോ, എത്രയാണ് വരുന്നത് നോക്കുക. രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ബാലൻസ് വരുന്നില്ല. 1,05,000 ആണ് രണ്ട് സൈഡിലും വരുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് വരച്ചു? മെഷീനറി അക്കൗണ്ട് വരച്ചു. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ മെഷീനറി അക്കൗണ്ട് വരച്ചു. മെഷീനറി അക്കൗണ്ട് വേണമെങ്കിൽ ഒന്നുകൂടിയും പറയാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ഇവിടെ 25,000 കൂട്ടാനും ഇവിടെ 40,000 ആഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാരണം? ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നത്. അത് കാരണം കൊണ്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ ഡിപ്രീസിയേഷൻ 3,000 തന്നിട്ടുണ്ട്. വിറ്റ് കിട്ടിയ ക്യാഷ് 5,000 നമ്മൾ ലോസ് ഓൺ സെയിൽ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? അസറ്റിൻ്റെ വാല്യൂ 10,000 ആയിരുന്നു. ആ 10,000-ൽ നിന്ന് 3,000 രൂപ ഡിപ്രീസിയേഷൻ പോയി, പിന്നെ 5,000 രൂപ ക്യാഷും പോയി. ബാക്കി കിട്ടിയ കാശ് 2,000 ആണ് ലോസ് ഓൺ സെയിൽ എന്ന് പറയുന്നത്.
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, എന്താണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അല്ലേ. ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ചെയ്യാനുള്ളതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ശ്രദ്ധിക്കുക, ഇവിടെ കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 2 വർഷത്തെ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ 2 വർഷത്തെ ബാലൻസ് ഒന്നും ഇവിടെ തന്നിട്ടില്ല. അവിടെ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് 45,000 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അല്ലാണ്ട് നമുക്കിവിടെ എന്ത് തന്നിട്ടില്ല? ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ അങ്ങനെ തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് വരച്ചിട്ടാണ് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാൻ പോവുകയാണ്. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ആദ്യം നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 45,000 എഴുതി. ശ്രദ്ധിക്കൂ, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞിട്ട് 45,000 എഴുതി. ഇനി അതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് പറയാനുള്ളത്? കണക്കിലോട്ട് നോക്കിയിട്ട് പറയൂ. നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരച്ചപ്പോൾ അതിലൊരു സംഖ്യ 18,000 നമ്മളിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് എൻ്റെ ഓർമ്മ. നോക്കി നോക്കൂ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് അഡ്ജസ്റ്റഡ് പി ആൻഡിലേക്ക് ഒരു 18,000 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. Provision for depreciation. Add provision for depreciation എന്ന് പറഞ്ഞിട്ട് 18,000. Next add loss on sale. Loss on sale of machinery. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എത്രയാണ് നമുക്ക് കിട്ടിയത്? 2,000. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, ഡിപ്രീസിയേഷൻ എടുക്കണമെന്ന്. ഡിപ്രീസിയേഷൻ എടുക്കണ്ട. ഡിപ്രീസിയേഷൻ എഴുതിയിട്ട് നമുക്ക് കിട്ടിയ ബാലൻസ് ആണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിൽ നമ്മൾ അത് പ്രകാരമാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 18,000 എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിലെത്രയാണോ ബാലൻസ് വരുന്നത് വെച്ചെങ്കിൽ അതാണ് നമ്മൾ ഏതിലെടുക്കുക? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 45,000 എഴുതി, നമ്മൾ ഡിപ്രീസിയേഷനൊക്കെ എഴുതി വരച്ച് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് അത് എത്രയാണ്? 18,000 എഴുതി. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി 2,000. ഇനി ടോട്ടലാണ്. ഇനി നമുക്ക് ഇൻകം ഒന്നുമില്ല, പ്രോഫിറ്റ് ഒന്നുമില്ല, എത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുക. പിന്നെ റിസർവ് അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കുക. റിസർവോ അങ്ങനെ വല്ല ഐറ്റംസും കണക്കിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ക്രെഡിറ്റേഴ്സ്, ലോൺ ഫ്രം ബാങ്ക്, കമ്പൈൻഡ് ക്യാപിറ്റൽ അങ്ങനെ തന്നിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇത് ബാലൻസ് ചെയ്താൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും കേട്ടോ. 65,000 രൂപയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് വരിക കേട്ടോ. 65,000 ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നത് എത്രയാണ്? 65,000. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തിലേക്ക് പോവുകയാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്.
അതിൽ ആദ്യത്തെ ഏതാ പറയൂ? സോഴ്സ്, എമൗണ്ട്, നെക്സ്റ്റ് അപ്ലിക്കേഷൻ, എമൗണ്ട്. ശ്രദ്ധിക്കുക, സോഴ്സ്, എമൗണ്ട്, അപ്ലിക്കേഷൻ, എമൗണ്ട്, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്ട്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി നമുക്കിതിൽ ചെയ്യാനുണ്ട്. ശ്രദ്ധിക്കുക കേട്ടോ. ഈ നെറ്റ് പ്രോഫിറ്റ് തരുമ്പോഴാണ് ഇനിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി വരുന്നത്. ഈ നെറ്റ് പ്രോഫിറ്റ് തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെച്ചെങ്കിൽ, ഈ നെറ്റ് പ്രോഫിറ്റ് ഇങ്ങനെ എത്ര എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആയി തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെച്ചെങ്കിൽ, ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഡ്രോയിങ്സ് ആണോ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണോ വരിക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഇങ്ങനെ തന്നു, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 45,000 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. അങ്ങനെ ആ നെറ്റ് പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമ്മൾക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രോയിങ്സ് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് ഈസ് മെൻറ്റ് ബൈ ഡ്രോയിങ്സ്? എന്താണ്? നമ്മൾ എ പ്രൊപ്പറേറ്റർ വിഡ്രോ ക്യാഷ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്, ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ യൂസിന് വേണ്ടി ക്യാഷ് എടുക്കുന്നതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഡ്രോയിങ്സ് ആണോ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് കാണുക വെച്ചെങ്കിൽ, നമ്മൾ ഈ ഓപ്പണിംഗ് ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും കൂടി കൂട്ടുക, എന്നിട്ട് അതിൽ നിന്ന് ക്ലോസിംഗ് ക്യാപിറ്റൽ കുറയ്ക്കുക അല്ലേ? അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ, ഇത് ഓപ്പണിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും കൂടി കൂട്ടി കിട്ടുന്ന സംഖ്യയാണ് ഏതിനേക്കാൾ കൂടുതൽ വെച്ചെങ്കിൽ, ക്ലോസിംഗ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലെങ്കിൽ നമുക്ക് ഡ്രോയിങ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതല്ല, ക്ലോസിംഗ് ക്യാപിറ്റലാണ് അവിടെ കൂടുതൽ നിൽക്കുന്നത് വെച്ചെങ്കിൽ അതെന്തായിരിക്കും? ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിരിക്കും. അപ്പോൾ വർക്കിംഗ് നോട്ട് മാതിരി നിങ്ങൾ എഴുതണം. ഇപ്പം ഞാൻ പറയാം, ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ പ്ലസ് നെറ്റ് പ്രോഫിറ്റ്, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഞാൻ നെറ്റ് പ്രോഫിറ്റ് കൂട്ടി, എന്നിട്ട് മൈനസ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ശ്രദ്ധിക്കൂ, ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് മൈനസ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും കൂടി കൂട്ടിക്കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലിനേക്കാൾ ഏതാണ് കൂടുതൽ വരേണ്ടത്? ഇത് രണ്ടുമാണ് കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യയാണ് കൂടുതലെങ്കിൽ ഡ്രോയിങ്സ്, അതല്ല ക്ലോസിംഗ് ക്യാപിറ്റലാണ് കൂടുതലെങ്കിൽ എന്താ വരിക? ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് വരിക എന്ന്. ഇങ്ങനെ നെറ്റ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തരുന്ന സമയത്ത് നമ്മൾ ഡ്രോയിങ്സ് ആണ്, നമ്മൾ കാശ് വിഡ്രോ ചെയ്യുകയാണോ ചെയ്തത്, അതോ നമ്മുടെ ബിസിനസ്സിൽ കാശ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിട്ട് കിടക്കണുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും കൂടി കൂട്ടൂ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1,25,000. 1,25,000 പ്ലസ് നെറ്റ് പ്രോഫിറ്റ് 45,000 മൈനസ് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര തന്നിരിക്കുന്നത് നോക്കൂ? 1,53,000. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതിനേക്കാൾ വലിയ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ഡ്രോയിങ്സ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 1,25,000 45,000 കൂടി കൂട്ടിയിട്ട് 1,53,000 വലിയ സംഖ്യയാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ നമുക്ക് എന്താണ്? 1,53,000 വലിയ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാണ് വരിക? 1,25,000 പ്ലസ് 45,000 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? നോക്കി നോക്കാം. 10 ബാക്കി 1, പിന്നെ 4 2 6 1 7 1, 1,70,000 ആണ് വരിക. ബാക്കി 1 7 1 1,70,000. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? 1,53,000 ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര വന്നു? 17,000. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത് വെച്ചെങ്കിൽ, ഈ നെറ്റ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് തരുന്നത് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് ക്ലോസിംഗ് ക്യാപിറ്റൽ കുറയ്ക്കുക.
ക്ലിയർ ആയല്ലോ. അപ്പം ഇനി ഓപ്പണിംഗ് ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും കൂടി കൂട്ടി കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ 1,70,000. ക്ലോസിംഗ് ക്യാപിറ്റൽ കുറവാണ്, അപ്പം അത് കാരണം ഡ്രോയിങ്സ്. നേരെ മറിച്ച് ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ 1,53 പകരം 2 ലക്ഷമാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 2 ലക്ഷമാണ് വെച്ചെങ്കിൽ എത്ര വരും? 1,30,000 ഇഷ്യൂ ഓഫ് ഷെയർസ് പറഞ്ഞ് നമുക്ക് സോഴ്സിൽ എഴുതാം. ഇതിപ്പോൾ 17,000 രൂപ ഡ്രോയിങ്സ് വന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പുതിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കണക്കിൽ നെറ്റ് പ്രോഫിറ്റ് തരുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നാൽ ഓപ്പണിംഗ് ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും കൂടി കൂട്ടി ഡ്രോയിങ്സിൽ നിന്ന് കുറയ്ക്കുക. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുക. ആ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കുറവാണെങ്കിൽ ഡ്രോയിങ്സും, ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസുമാണ് വരിക കേട്ടോ. ഇനി നമുക്കിനി കണക്ക് ചെയ്യാം. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതി വെക്കണം നോട്ടിൽ കേട്ടോ. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ആദ്യം അപ്പോൾ ഷെയർ ക്യാപിറ്റൽ നമുക്ക് കമ്പൈൻഡ് ക്യാപിറ്റൽ പ്രകാരം നമ്മൾ ചെയ്തു. അത് നമുക്കിനി നോക്കാനില്ല, നമ്മൾ കണ്ടുപിടിച്ചു. അത് എന്താണെന്ന് കണ്ടുപിടിച്ചു. അത് നമുക്ക് എന്താ വരുന്നത്? ഡ്രോയിങ്സ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡ്രോയിങ്സ് പറഞ്ഞാൽ കാശ് ഇങ്ങോട്ട് പോരില്ലേ, പ്രൊപ്പറേറ്റർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കാശ് എടുക്കുന്നതിനെയാണ് ഡ്രോയിങ്സ്. അപ്പോൾ അത് കാശ് പോയി അപ്ലിക്കേഷനിലോട്ട് പോയി. ഡ്രോയിങ്സ് 17,000. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 17,000 ആയി. ഇനി നെക്സ്റ്റ് നോക്കൂ. ഇനി നെക്സ്റ്റ് ഐറ്റംസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഇനി സിന്ധ്യാസ് ലോൺ എന്ന് പറയുന്നത് എവിടെ മാത്രമാണ് നമുക്ക് 25,000 തന്നിരിക്കുന്നത് നോക്കൂ. ഫസ്റ്റ് ഇയറിലാണ് തന്നിരിക്കുന്നത്, സെക്കൻഡ് ഇയറിൽ ബാലൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? റിഡംഷൻ അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് സിന്ധ്യാസ് ലോൺ. റീപേയ്മെൻറ്റ് ഓഫ് സിന്ധ്യാസ് ലോൺ. എത്രയാണ് റീപേയ്മെൻറ്റ്? സിന്ധ്യാസ് ലോണിൻ്റെ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? റീപേയ്മെൻറ്റ് ഓഫ് സിന്ധ്യാസ് ലോൺ എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? നമുക്ക് 25,000. നെക്സ്റ്റ് ഐറ്റം ലോൺ ഫ്രം ബാങ്ക് ആണ്. ലോൺ ഫ്രം ബാങ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 40ഉം സെക്കൻഡ് ഇയറിൽ 50ഉം ആണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ഇയറിലാണ് കൂടുതലുള്ളത്. അപ്പോൾ സോഴ്സിൽ എഴുതുക കേട്ടോ. ലോൺ ഫ്രം ബാങ്ക് 10,000. ശ്രദ്ധിക്കുക, ലോൺ ഫ്രം ബാങ്ക് എന്ന് പറയുന്നത് 10,000. അപ്പോൾ അത്രയാണ് നമുക്കിവിടെ ഈ സൈഡിൽ എടുക്കാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ എന്ത് എഴുതണം? സെയിൽ ഓഫ് മിഷനറി അല്ലേ. അത് നമുക്ക് കാശ് കിട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ സെയിൽ ഓഫ് മിഷനറി എന്ന് പറയുന്നത് 5,000 അല്ല, 5,000 അല്ലേ കിട്ടിയത്? 5,000. നെക്സ്റ്റ് അസറ്റ് സൈഡിലോട്ട് നോക്കൂ, വലുതും ഉണ്ടോയെന്ന്. മെഷീനറി കഴിഞ്ഞു, ഇനി ലാൻഡ് കിടക്കുന്നുണ്ട്, ബിൽഡിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ ലാൻഡും ബിൽഡിങ്ങും നോക്കുക. സെക്കൻഡ് ഇയറിലാണോ കൂടുതൽ വരുന്നത്? അതെ. അപ്പോൾ പർച്ചേസ് ആണ് വരിക. പർച്ചേസ് ഓഫ് ലാൻഡ് 10,000. ഇനി സെക്കൻഡ് പർച്ചേസ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൽ തന്നെയാണ് കൂടുതൽ വരുന്നത്. പർച്ചേസ് ഓഫ് ബിൽഡിംഗ് 25,000. നെക്സ്റ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇപ്പോൾ കണ്ടുപിടിച്ചില്ലേ നമ്മൾ? 65,000. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 65,000. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് കിട്ടിയിരിക്കുന്നത്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ചിലവ് കൂടുതലാണ്.
ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 3000 കഴിഞ്ഞു കേട്ടോ. ഇനി ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും എത്ര വരും? ഈക്വലായിട്ട് വരുന്നില്ലേ നോക്കുക കേട്ടോ. 80,000 കിട്ടും. 80,000. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതിയ ഐറ്റംസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി പറയാം കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ലോൺ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? നമുക്കറിയാം 10,000 എങ്ങനെയാണ് വന്നതെന്ന് അറിയാലോ. എങ്ങനെയാണ് ലോൺ ഫ്രം ബാങ്ക് 10,000 വന്നു വെച്ചെങ്കിൽ നമ്മൾ ഡിഫറൻസ് കണ്ടിട്ട് അല്ലേ, ഡിഫറൻസ് കാണുമ്പോൾ സെക്കൻഡ് ഇയറിലാണ് കൂടുതൽ. അപ്പോൾ 50 40 പോയി ബാക്കി 10 അല്ലേ. ലോൺ ഫ്രം ബാങ്ക് എഴുതി. പിന്നെ സെയിൽ ഓഫ് മിഷനറി എന്ന് പറയുന്നത് 5000 എഴുതി. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് 65,000 എഴുതി. ഈ സൈഡിൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 17,000. റീപേയ്മെൻ്റ് ആണ് വന്നത്. കാരണം ഫസ്റ്റ് ഇയറിൽ മാത്രമേ എമൗണ്ട് തന്നിട്ടുള്ളൂ. അത് കാരണം റീപേയ്മെൻറ്റ് ഓഫ് സിന്ധ്യാസ് ലോൺ 25,000. നെക്സ്റ്റ് വൺ പർച്ചേസ് ഓഫ് ലാൻഡ് ആണ് വരിക. 2 വർഷത്തെ എമൗണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. ഏടെ കുറയുകയാണോ കൂടുകയാണോ നോക്കുക. പർച്ചേസ് ഓഫ് ലാൻഡ് 10,000 വന്നു. ഈ പർച്ചേസ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 25,000 വന്നു. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 3,000. അപ്പോൾ അങ്ങനെ ടോട്ടൽ എത്ര വന്നു? 80,000 വന്നു കേട്ടോ. അപ്പോൾ ഈ കണക്ക് നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ, പറഞ്ഞു തരാം. സംശയം ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തവർക്ക് വല്ലതും കിട്ടാത്തത് വല്ലതും ഉണ്ടെങ്കിൽ നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഒരു കണക്ക് കൂടി ചെയ്യാം അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഒരു കണക്ക് കൂടിയും ചെയ്തിട്ട് ഞാൻ ഈ ചാപ്റ്റർ നിർത്താൻ പോവുകയാണ്. നിർത്തുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് തിയറികളും കൂടിയും പറഞ്ഞു തരാണ്ട്. അപ്പോൾ ഒരു കണക്ക് കൂടി നമുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു കണക്കും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ആ കണക്ക് എഴുതി തരാം. എന്നിട്ട് ആ കണക്ക് കൂടിയും ചെയ്തിട്ട് നമുക്ക് ചാപ്റ്റർ നിർത്താം കേട്ടോ. ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം കണക്ക് ഞാൻ എഴുതാം. കണക്ക് ആദ്യം എഴുതണ്ടേ, നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കാം കേട്ടോ. ശ്രദ്ധിക്കുക. ഞാൻ വേഗം കണക്ക് എഴുതാം. ഒരു കണക്ക് കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാം. ഫോളോയിങ് ആർ ദി ബാലൻസ് ഷീറ്റ് ഓഫ് ഫോളോയിങ് ആർ ദി ബാലൻസ് ഷീറ്റ് ഓഫ് ദാസ് ലിമിറ്റഡ് 31/12/2015 ആസ് ഓൺ 31/12/2015 പിന്നെ 31/12/2016 കേട്ടോ. 2 വർഷത്തെയാണ് നമുക്ക് തരുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? അസെറ്റ്സ്. ആദ്യം അസെറ്റ്സ് ആണ് എഴുതുന്നത് കേട്ടോ. അസെറ്റ്സ് 2 വർഷമാണുള്ളത്. 2015 2016 കേട്ടോ. 2015 2016 അസെറ്റ്സ് ആണ് ആദ്യം എഴുതാനുള്ളത് കേട്ടോ. ആദ്യം ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 1,95,000. നെക്സ്റ്റ് വൺ മിഷനറി എന്ന് പറയുന്നത് 75,000. 84,500. സ്റ്റോക്ക് 50,000. 37,000. സ്റ്റോക്ക് എന്ന് പറയുന്നത് 50,000 37,000. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 40,000
32,100. Next cash 200, 300. പിന്നെ ബാങ്ക് ആദ്യത്തെ വർഷം ഇല്ല, ഹൈഫൺ ആണ്, 4,000. നെക്സ്റ്റ് ഗുഡ്വിൽ ആദ്യത്തെ വർഷം ബ്ലാങ്ക്, രണ്ടാമത്തെ വർഷം 7,500. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 2015-16 അസറ്റ്സ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ടോട്ടൽ 2,65,200. മറ്റേതിൽ 2,60,400 കേട്ടോ. ഇങ്ങനെയാണ് ടോട്ടൽ വരുന്നത്. അപ്പം നമ്മൾ അസറ്റ്സ് എഴുതി കേട്ടോ. ഇനി ലാബിലിറ്റിയും കൂടി എഴുതിയാൽ കണക്ക് കഴിയും. ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കുക. ലാബിലിറ്റീസ് ലാബിലിറ്റീസ് 2015-16 അല്ലേ. ശ്രദ്ധിച്ചോളൂ. ആദ്യം ഷെയർ ക്യാപിറ്റൽ. നെക്സ്റ്റ് ഫസ്റ്റ് വൺ ഷെയർ ക്യാപിറ്റൽ 2015-16. 2015 1 ലക്ഷം, 2016 1,30,000. 2015 1 ലക്ഷം, 2016 1,30,000. നെക്സ്റ്റ് വൺ ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്ന് പറയുന്നത് 25,000, 30,000. നെക്സ്റ്റ് വൺ പി ആൻഡ് എൽ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് 15,200, 15,200, 15,400. 15,200, 15,400. Next one bank loan. Bank loan എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വർഷമേ ഉള്ളൂ കേട്ടോ. 35,000. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 75,000. മറ്റോർത്ത് 67,500. 67,500. നെക്സ്റ്റ് വൺ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് 15,000. 15 മറ്റോർത്ത് 17,500. ശ്രദ്ധിക്കുക. ഒന്നുകൂടി എഴുതാത്തവരുണ്ടെങ്കിൽ വായിക്കാം. ഷെയർ ക്യാപിറ്റൽ 1,30,000. ജനറൽ റിസർവ് എന്ന് പറയുന്നത് 25,000, 30,000. നെക്സ്റ്റ് വൺ പി ആൻഡ് എൽ അക്കൗണ്ട് 15,200, 15,400. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് എത്രയാണ്? 35,000. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 75,000ഉം 67,500. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് 15,000ഉം 17,500 കേട്ടോ. ടോട്ടൽ 2,65,200. 2,65,200. മറ്റോർത്ത് 2,60,400. ഇത്രയാണ് ടോട്ടൽ വരുന്നത്. ഇത്രയും എഴുതി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് എഴുതാനുള്ളത് കേട്ടോ.
ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ്. 1. അസറ്റ്സ് ഓഫ് അനദർ കമ്പനി. അനദർ കേൾക്കുന്ന എഴുതുന്നത് മനസ്സിലാവണില്ല വെച്ചിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അനദർ കമ്പനി were purchased for a consideration. Were purchased for a consideration. For a consideration. Rupees 30,000. Rupees 30,000 payable in shares. Payable in shares. Payable in shares. ഇനി അടുത്തത് നെക്സ്റ്റ് നോക്കുക. അതിൽ തന്നെ ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെയാണ് നമ്മൾ ഏതൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളതാണ് കേട്ടോ. ദി ഫോളോയിങ് assets were purchased. Assets were purchased. The following assets were purchased. അതിൽ ഏതൊക്കെ വാങ്ങിച്ചു? സ്റ്റോക്ക് എത്ര വാങ്ങിച്ചു? 10,000 നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചു. നെക്സ്റ്റ് മെഷീനറി വാങ്ങിച്ചു. എത്ര രൂപയ്ക്ക് എന്നാണ് പറയുന്നത്? മെഷീനറി വാങ്ങിച്ചു. മെഷീനറി rupees 12,500. നെക്സ്റ്റ് and balance is paid for. And balance is paid for goodwill. Balance is paid for goodwill. Full stop. Goodwill ആണ്. Next, depreciation on building. Depreciation on building 5,000 rupees. 5,000 building in 5,000. And on machinery ഇത് ബി കേട്ടോ. അതൊന്ന് ഇത് ബി അല്ല 2 കേട്ടോ. മെഷീനറി rupees 6,000. നെക്സ്റ്റ് മൂന്നാമത്തെ ഇൻകം ടാക്സ് ഈസ് പ്രൊവൈഡഡ്. ഇനി 3 ഇൻകം ടാക്സ് is provided. Income tax is provided. Rupees എത്രയാണ്? 6,000 അല്ല 14,000 ആണ് കേട്ടോ. 14. Income tax is provided rupees 14,000. ഇനി അതിൽ പ്രിപ്പയർ എന്താ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള പ്രോബ്ലം ആണ്. കുറച്ച് ടഫാണ്. കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ കണക്കൂടിയും ചെയ്താൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ ഒരു കണക്കൂടിയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടുതലുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, അതിന് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? കണക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആദ്യം ഞാനൊന്നിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് കണക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ കേട്ടോ. ആദ്യം കണക്ക് വായിക്കാം. ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് ദാസ് ലിമിറ്റഡ്
ആസ് ഓൺ 31/12/2015, 31/12/2016 അല്ലേ. അതിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തന്നിട്ടുണ്ട്, നമുക്ക് മെഷീനറി തന്നിട്ടുണ്ട്, സ്റ്റോക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നതാണ് കറണ്ട് അസറ്റിൽ വരിക അല്ലേ. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ബാങ്ക്, അതൊക്കെയാണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാൻ എടുക്കേണ്ടത് അല്ലേ. പിന്നെ ഗുഡ് വില്ലും തന്നിട്ടുണ്ട്. പിന്നെ ലയബിലിറ്റി സൈഡിൽ നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ജനറൽ റിസർവ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കണോ അതോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ, അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാൻ പാടില്ല. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് എന്തായിട്ട് എടുക്കാം? കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലാണ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കുള്ളൂ. അപ്പം ഇൻകം ടാക്സ് പ്രൊവൈഡഡ് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞിട്ട് 14,000 തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കത് എന്തായിട്ട് എടുക്കാൻ പറ്റില്ല? കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒന്നുകൂടി പറയാം. അപ്പോൾ ഇതിൽ കറണ്ട് അസറ്റ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ബാങ്ക് അല്ലേ. ഇവിടെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ക്രെഡിറ്റേഴ്സ് മാത്രമാണ് അവിടെ എടുക്കാനുള്ളൂ കേട്ടോ. പിന്നെ പറയാം ഇനിയും, അസറ്റ്സ് ഓഫ് അനദർ കമ്പനി വേർ പർച്ചേസ്ഡ് ഫോർ കൺസിഡറേഷൻ ഫോർ ₹30,000 പേയബിൾ ഇൻ ഷെയർസ്. മറ്റൊരു കമ്പനിയുടെ അസറ്റ് നമ്മൾ വാങ്ങിച്ചു, വേറൊരു കമ്പനിയുടെ കുറച്ച് അസറ്റുകൾ നമ്മൾ വാങ്ങിച്ചു. അതിൽ 30,000 ഷെയറിൻ്റെ അസറ്റാണ് നമ്മൾ വാങ്ങിച്ചത്. അതിൽ സ്റ്റോക്ക് 10,000, മെഷീനറി എന്ന് പറയുന്നത് 12,500, ബാലൻസ് പെയ്ഡ് ഫോർ ഗുഡ് വിൽ, ബാക്കിയുള്ളത് ഗുഡ് വിൽ. അപ്പോൾ എത്രയായി? 10ഉം 12 എന്ന് പറഞ്ഞാൽ എത്രയായി? 22,500 അല്ലേ. ബാക്കി 7,500 ഗുഡ് വിൽ. ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിങ്ങിനും മെഷീനറിക്കും വേണമെങ്കിൽ അക്കൗണ്ട് വരച്ചിട്ട് ചെയ്യാം, അല്ലാണ്ട് ചെയ്യാം. പിന്നെ ഇൻകം ടാക്സ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ്റെ അക്കൗണ്ട് വരയ്ക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. നമുക്കിതിൽ ഏതൊക്കെ അക്കൗണ്ടുകൾ അപ്പോൾ വരയ്ക്കാനുള്ളത് പറയൂ? ബിൽഡിംഗ് അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട്, ടാക്സ് അക്കൗണ്ട് അല്ലേ. അത്രയല്ലേ വരയ്ക്കാനുള്ളൂ? അത്രയും അക്കൗണ്ടുകൾ വരയ്ക്കുക. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുക, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കണം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ കണക്ക് നല്ലോണം വായിച്ച് നോക്കുക. നമുക്ക് ഈ പീരീഡ് ഇത് കണക്ക് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അടുത്ത പീരീഡ് നമുക്ക് കണക്കുകൾ ചെയ്യാം കേട്ടോ. ശരി.